ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കൺവേർഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ടത് ആദ്യം ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ വേണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. ഈ ഇൻഫിക്സ് എക്സ്പ്രഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ഇതിനെ നമ്മൾ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഡേറ്റ സ്ട്രക്ചർ സ്റ്റാക്കാണ്. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ ഓപ്പറാൻഡ് വരുമ്പോഴും, അതായത് ABCDE എന്ന് പറയുന്നതാണ് ഓപ്പറാൻഡ്സ്, ബാക്കി ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറാൻഡ്സ് വരുമ്പോൾ നമ്മൾ നേരെ എക്സ്പ്രഷനിലേക്ക് ഇടും. ഓപ്പറേറ്റർ വരുമ്പോൾ നമ്മൾ സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കും. സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഓപ്പറേറ്റർ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിലേക്ക്, അതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുന്ന ഓപ്പറേറ്റർ എപ്പോഴും പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രസിഡൻസ് അതിനെക്കാട്ടിയും കൂടുതലുള്ളത് മാത്രമാണ് വയ്ക്കാൻ പാടുള്ളൂ. പ്ലസ്സിനും മൈനസിനും ഒരേ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രസിഡൻസ് ആണ്. സ്റ്റാറിനും ഡിവിഷൻ ഓപ്പറേറ്ററിനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിനും ഡിവിഷൻ ഓപ്പറേറ്ററിനും പ്രയോറിറ്റി ഹയർ ആണ് ദാൻ പ്ലസ് ആൻഡ് മൈനസ്. അപ്പോൾ മൈനസ് ഓൾറെഡി സ്റ്റാക്ക് ടോപ്പിൽ ഇരിക്കുകയാണെങ്കിൽ പ്ലസ് കൊണ്ട് വെച്ചാലും നമ്മൾ അതിനെ മാറ്റണം. കാര്യം ഈക്വൽ പ്രയോറിറ്റി വന്നാലും ഈ റൂള് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ പ്ലസ്സും സ്റ്റാറും വരുമ്പോൾ, അതായത് ഓൾറെഡി അവിടെ പ്ലസ് ടോപ്പിലിരിക്കുവാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് ഒരു സ്റ്റാർ കൊണ്ട് വെക്കണമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, ബിക്കോസ് സ്റ്റാർ ഈസ് ഹാവിങ് ഹയസ്റ്റ് പ്രയോറിറ്റി ദാൻ അഡീഷൻ ഓപ്പറേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. അപ്പോൾ ഇതാണ് ബേസിക് റൂള് ഫോളോ ചെയ്യേണ്ടത്. എവറി ഓപ്പറേറ്റർ ഷുഡ് ബി കെപ്റ്റ് ഇൻസൈഡ് ദി സ്റ്റാക്ക്, ആൻഡ് ഇഫ് യു കം അക്രോസ് ആൻ ഓപ്പറാൻഡ് it has to be put inside the postfix expression. So you have to scan from left to right. നമ്മൾ ആദ്യം സ്കാൻ ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഓപ്പറാൻഡിനെയാണ്. ഇറ്റ് ഹാസ് ടു ബി പുട്ട് ഇൻസൈഡ് ദി പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എ. നെക്സ്റ്റ് കംസ് ദി operator has to be put inside the stack. Then comes the operand B. It has to be put inside the postfix expression. Then comes the division operation. It has to be put inside the stack. അപ്പോൾ കൊണ്ടുവെക്കാൻ നോക്കുമ്പം ഓൾറെഡി ടോപ്പിലിരിക്കുന്നത് അതിനെക്കാട്ടിയും പ്രയോറിറ്റി കുറവുള്ള ഓപ്പറേറ്റർ ആയതുകൊണ്ട് യു ക്യാൻ പുട്ട് ഇൻസൈഡ് ദി സ്റ്റാക്ക്. ദെൻ ലെഫ്റ്റ് പാരന്തസിസിന് പ്രയോറിറ്റി ഒന്നും നമ്മൾ നോക്കുന്നില്ല. യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദി സ്റ്റാക്ക്. ദെൻ C, പുട്ട് ഇറ്റ് ഇൻസൈഡ് ദി പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ദെൻ കംസ് സ്റ്റാർ, പുട്ട് ഇറ്റ് ഇൻസൈഡ് ദി സ്റ്റാക്ക്. അവിടെ വരുമ്പം ലെഫ്റ്റ് പാരന്തസിസ് ആണ് ഓൾറെഡി കിടക്കുന്നത്, അപ്പോൾ അവിടെ പ്രയോറിറ്റി നോക്കണ്ട, അതിനെ നമുക്ക് സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കാം. ദെൻ കംസ് D is an operand, put it inside the expression. Then comes division operation. Division operation has to be put inside the stack, but already there exists a star which is having equal priority with the division operation. So it has to be first popped out. And then you have to push the division operation inside the stack. Equal priority വരികയാണെങ്കിൽ അതിനെ നമ്മൾ ആദ്യം പോപ്പ് ചെയ്തിട്ട് വേണം മറ്റേ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് എടുത്തു വയ്ക്കാൻ. ദെൻ കംസ് E has to be put inside the expression. And then comes the right parenthesis വരുമ്പം you have to start popping out from the stack until you reach the left parenthesis വരുന്നത് വരെ ഓപ്പറേറ്റേഴ്സിനെ സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്പറേറ്റർ മാത്രമാണുള്ളൂ. സോ യു ക്യാൻ പോപ്പ് ദി ഡിവിഷൻ ഓപ്പറേഷൻ. നമ്മൾ ലെഫ്റ്റ് പാരന്തസിസിനെയും റൈറ്റ് പാരന്തസിസിനെയും ലെഫ്റ്റ് പാരന്തസിസിനെ സ്റ്റാക്കിൽ എടുത്ത് വയ്ക്കും, റൈറ്റ് പാരന്തസിസിനെ സ്റ്റാക്കിൽ വെക്കില്ല. ഇതിനെ രണ്ടിനെയും നമ്മൾ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിൽ ഇടുകയുമില്ല. ഐ റിപ്പീറ്റ്, ലെഫ്റ്റ് പാരന്തസിസിനെ വിൽ കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദ സ്റ്റാക്ക്. റൈറ്റ് പാരന്തസിസ് ഇസ് നോട്ട് കെപ്റ്റ് ഇൻസൈഡ് ദ സ്റ്റാക്ക്. ബോത്ത് ലെഫ്റ്റ് പാരന്തസിസ് ആൻഡ് right parenthesis are not put inside the postfix expression. Then pop the left parenthesis. ഇനി നമുക്ക് അങ്ങോട്ട് എക്സ്പ്രഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബാക്കിയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെയും നമ്മൾ പോപ്പ് ചെയ്യണം. അപ്പോൾ ഡിവിഷൻ, then comes the minus operation until the stack is full. ഇതാണ് അതിൻ്റെ അൽഗോരിതം. Scan the infix expression. If the scanned operator is an operand, NQ എന്ന് പറയുന്നത് എക്സ്പ്രഷനിലേക്ക് വെക്കാനാണ്. If the scanned operator is a left parenthesis, push it into the stack.
എൽസ് ഇഫ് ഇറ്റ് ഇസ് എ റൈറ്റ് പാരന്തസിസ് വരുവാണെങ്കിൽ റിപ്പീറ്റഡ്ലി പോപ്പ് അണ്ടിൽ യു റീച്ച് ദ ലെഫ്റ്റ് പാരന്തസിസ്. അതുവരെ പോപ്പ് ചെയ്യുന്ന എല്ലാ സാധനത്തിനെയും എക്സ്പ്രഷനിലോട്ട് എടുത്തു വയ്ക്കാം. എന്നിട്ട് പോപ്പ് ഓൾ ദ ഓപ്പറേറ്റേഴ്സ് ഫ്രം ദ സ്റ്റാക്ക്, അതിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ളത്, അതായത് ഒരേ പ്രയോറിറ്റി ഉള്ളതിനെയാണ് നമ്മൾ പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരേ പ്രയോറിറ്റി വരുമ്പോൾ അതിനെ നമ്മൾ പോപ്പ് ചെയ്യണം. ഗ്രേറ്റർ പ്രയോറിറ്റി ആണെങ്കിലും നമ്മളതിനെ പോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്കാൻഡ് ഓപ്പറേറ്ററിനെ എസ്സിലേക്ക് എടുത്തു വയ്ക്കണം. ഈ സ്റ്റെപ്സ് യു ഹാവ് ടു റിപ്പീറ്റ് അണ്ടിൽ ഓൾ ദ എലമെൻറ്റ്സ് ആർ സ്കാൻഡ്. എപ്പോഴെങ്കിലും നമ്മൾ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മേക്ക് ഷുവർ ഓൾ ദ റെസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ ഓൾസോ പോപ്ഡ് അപ്പ് ഫ്രം ദി സ്റ്റാക്ക്. ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ദിസ് ഈസ് ദ പ്രോഗ്രാം. ഞാൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ, നമ്മൾ നേരത്തെ കൊടുത്ത ഇൻഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. അതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ 3 അറയുണ്ട്. നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ എൻ്റർ ചെയ്യാനും സ്റ്റാക്ക്, നമ്മൾ നേരത്തെ കണ്ട സ്റ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു അറയുണ്ട്. പോസ്റ്റ് ഫിക്സ് ചെയ്യുന്ന എലമെൻറ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്ത എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞൊരു അറയും ഉണ്ട്. നമ്മൾ ആദ്യം ടോപ്പിനെ -1 ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഇൻഡെക്സിനെ 0 ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ പറയുവാണ്, ആദ്യം നമ്മൾ ഇൻഫിക്സ് എക്സ്പ്രഷനെ സ്പേസ് ഒന്നും ഇല്ലാതെ എൻ്റർ ചെയ്തു. അതാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഇൻഫിക്സ് എക്സ്പ്രഷൻ. എന്നിട്ട് നമ്മൾ നോക്കുവാണ് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പറാൻഡ് ആണെങ്കിൽ, നമ്മൾ സ്കാൻ ചെയ്ത് തുടങ്ങി. ഓപ്പറാൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്ന ആ അറയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ നോക്കുവാണ് ഇഫ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് പാരന്തസിസ് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് എടുത്തു വെച്ചു. സ്റ്റാക്ക് ++ ടോപ്പ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എടുത്തു വെച്ചു. സ്റ്റാക്കിൻ്റെ ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്തു എടുത്തു വെച്ചു. ടോപ്പ് = ടോപ്പ് +1 ചെയ്തിട്ടാണ് സ്റ്റാക്ക് ടോപ്പിലേക്ക് എലമെൻറ്റിനെ എടുത്തു വയ്ക്കുന്നത്. അതാണ് സ്റ്റാക്ക് ++ ടോപ്പിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ റൈറ്റ് പാരന്തസിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചത്? യു ഹാവ് ടു പോപ്പ് ഫ്രം ദ സ്റ്റാക്ക് അണ്ടിൽ യു റീച്ച് ദ ലെഫ്റ്റ് പാരന്തസിസ്. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് പാരന്തസിസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടോപ്പ് -1 ആകുന്നത് വരെ, അതായത് വൈൽ ടോപ്പ് = -1 ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ലെഫ്റ്റ് പാരന്തസിസ് ആകുന്നത് വരെ നമ്മൾ പിന്നെ സ്റ്റാക്കിൽ നിന്നുള്ള എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പോപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ടോപ്പ് -1 ആണെങ്കിൽ നമ്മളതിനെ റിമൂവ് ചെയ്യണം. ടോപ്പിനെ മൈനസ് ചെയ്ത് പോകണം. ഇനി ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ പ്രസിഡൻസ് നോക്കണം. വൈൽ ടോപ്പ് -1 അല്ലെങ്കിൽ സ്റ്റാക്ക് ടോപ്പ് ലെഫ്റ്റ് പാരന്തസിസ് ആകുന്നത് വരെ, അല്ലെങ്കിൽ പ്രസിഡൻസ് ഗ്രേറ്റർ ആയിരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ഫിക്സിലോട്ട് സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിനെ നമ്മൾ എടുത്തു വയ്ക്കണം. അതായത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യണം? ടോപ്പ് -1 ആകുന്നത് വരെ, അല്ലെങ്കിൽ സ്റ്റാക്ക് ടോപ്പ് ലെഫ്റ്റ് പാരന്തസിസ് ആകുന്നത് വരെ, അല്ലെങ്കിൽ പ്രസിഡൻസ് നോക്കണം. സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിൻ്റെ പ്രസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിൻ്റെ പ്രസിഡൻസ് ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ പോപ്പ് ചെയ്യണം. കൊണ്ടുവയ്ക്കാൻ ചെല്ലുമ്പോൾ കാണുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള എലമെൻറ്റിനെക്കാട്ടിയും പ്രയോറിറ്റി കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ ടോപ്പിലിരിക്കുന്നത് ഒരു സ്റ്റാർ ഓപ്പറേറ്ററാണ്. നമ്മൾ കൊണ്ടുവയ്ക്കാൻ പോകുന്നത് ഒരു പ്ലസ് ഓപ്പറേറ്ററാണ്. അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ ഈസ് ഹാവിങ് ലോവർ പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ പോപ്പ് ചെയ്ത്, അതായത് അതാണ് ഈ പോപ്പ് ചെയ്യുന്നത്. സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന എലമെൻറ്റിനെ ആദ്യം നമ്മളെടുത്ത് പോപ്പ് ചെയ്ത് പോസ്റ്റ് ഫിക്സിലോട്ട് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ടോപ്പ് ഒന്ന് കുറയ്ക്കണം. അതായത് നമ്മൾ പോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ വേറൊരു കണ്ടീഷന് നമ്മൾ നോക്കുന്നുണ്ട്. ടോപ്പ് -1 ആകുന്നത് വരെ, അല്ലെങ്കിൽ സ്റ്റാക്ക് ടോപ്പ് ലെഫ്റ്റ് പാരന്തസിസ് ആകുന്നവരെ. ഇപ്പം നമ്മൾ റൈറ്റ് പാരന്തസിസ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് കറണ്ട് ഓപ്പറേറ്ററിനെ നമ്മൾ പുഷ് ചെയ്ത് വെക്കണം. അപ്പം സ്റ്റാക്ക് ടോപ്പിലേക്ക് നമ്മൾ പുഷ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ലെഫ്റ്റ് പാരന്തസിസ് ആണോ, റൈറ്റ് പാരന്തസിസ് ആണോ, പ്രയോറിറ്റി ഉണ്ടോ? ഈ 3 കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വേണം പുഷ് ചെയ്ത് വയ്ക്കാൻ.
ഇനി നമ്മൾ ബാക്കിയുള്ള എലമെൻസിനെ, അതായത് താഴോട്ട് വരുമ്പോൾ ഇനി ബാക്കിയുള്ള എലമെൻസിനെ നമുക്ക് ഇനി എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എക്സ്പ്രഷൻ തീർന്നു പക്ഷേ സ്റ്റാക്കിൽ ഓൾറെഡി എലമെൻറ്റ്സ് ഇരിപ്പുണ്ട്, അപ്പോൾ നമ്മൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, റിമൈനിങ് എലമെൻസിനെ നമ്മൾ പോപ്പ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ടോപ്പ് -1 ആകുന്നത് വരെ യു ഹാവ് ടു റെഡ്യൂസ് ദ സ്റ്റാക്ക്. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് A-B ഇവിടെ ഞാനൊരു ഇൻഫിക്സ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, അതിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്, ആസ് വി സോ ഇൻ ദ എക്സാമ്പിൾ ബിഫോർ. ഓക്കെ, താങ്ക് യു.